ഒന്നും തുടങ്ങിയില്ല ഹരിതേ. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, Neena and Sia are catching. Good afternoon. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? Yes, ma'am. Yes, ma'am. കഴിച്ചു. തുടങ്ങാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ നോൺ മ്യൂട്ട് കൊടുക്കാം. എങ്കിലും നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. Yes, ma'am. Okay. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെയായിരുന്നു? ഓർക്കുന്നുണ്ടോ? വായിച്ചു നോക്കിയോ? ടെക്സ്റ്റ് വന്നോ? ഓക്കെ. ഓക്കെ, എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് പറഞ്ഞത് അല്ലെ? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു, അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ICU ആണ് അല്ലെ? ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ? ICU നമ്മൾ പറഞ്ഞു. ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ്, ദെൻ ENT ഡിപ്പാർട്ട്മെന്റ്. ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അത്രയും ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാവർക്കും ക്ലിയർ ആണോ? ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ വായിച്ചൊക്കെ നോക്കിയോ? ഓക്കെ, ഇത്രയും പെട്ടെന്ന് ടെക്സ്റ്റ് കളക്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. ഓർഡർ കൊടുത്തിട്ട് വാങ്ങിക്കണം, വാങ്ങിച്ചില്ല. ഓക്കെ, പെട്ടെന്ന് തന്നെ വാങ്ങണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പോകുമ്പേ ചാപ്റ്റർ എത്രാമത്തെ ചാപ്റ്ററാ മാം ഇപ്പം പഠിപ്പിക്കുന്ന ചാപ്റ്റർ? എത്രാമത്തെ ചാപ്റ്ററാ? ഫസ്റ്റ് മൊഡ്യൂളിലെ 5ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ ഇപ്പം പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ ചാപ്റ്റർ 5 അല്ലേ? ചാപ്റ്റർ നമ്പർ 5 ആണ് കേട്ടോ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അനസ്തേഷ്യോളജി ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് അനസ്തേഷ്യകൾ ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ജനറൽ അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ, റീജിയണൽ അനസ്തേഷ്യ. ഓക്കെ, അതില് ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് അനസ്തേഷ്യയാണ്? ഡെന്റിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന അനസ്തേഷ്യ ഏതാണെന്നാ പറഞ്ഞത്? ഓർക്കുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ഷാനി, തൻസില, ഓക്കെ, തൻസി, കാർത്തിക, ഓക്കെ, കറക്റ്റ് ആണ്. ലോക്കൽ അനസ്തേഷ്യ ആണ് ഉപയോഗിക്കുന്നത് അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. വീണ, ശരണ്യാകൻ, കറക്റ്റ് ആണ്. പിന്നെ റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത് ആരാണ്? എവിടെയാണ് നമ്മൾ റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്? റീജിയണൽ അനസ്തേഷ്യ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. തൻസീല, കാർത്തിക, തൻസി, ഓക്കെ, ആശ. എന്താണ്? സിസേറിയൻ സെക്ഷൻസിനാണ് നമ്മൾ റീജിയണൽ അനസ്തേഷ്യ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഫുൾ ഓക്കെ ശരണ്യ കറക്റ്റ് ആണ് കേട്ടോ. വീണ കറക്റ്റ് ആണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ ബോഡി ഒരു ഫുൾ അൺകോൺഷ്യസ് ആവുന്നത് ഏത് ടൈപ്പ് ഓഫ് അനസ്തേഷ്യ കൊടുക്കുമ്പോഴാണ്? നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഒരു അൺകോൺഷ്യസ് ആവുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോഴാണ് അല്ലെ? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. മെർലിൻ, ഫാത്തിമ, ഓക്കെ, മെസ്സേജസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. കറക്റ്റ് ആണ് കേട്ടോ ആൻസർ. പിന്നെ നമ്മൾ പറഞ്ഞത് ഡെർമറ്റോളജി ഒക്കെ ആണില്ല. ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ സ്കിന്ന്, ഹെയർ, നെയിൽ അല്ലെ? ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം ENT ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഇയർ, നോസ് ആൻഡ് ത്രോട്ട്. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറിനെ നമ്മൾ എന്താ പറയാ? ENT സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ വേറൊരു പേരും കൂടെ പറഞ്ഞു. എന്താണ്? ഓട്ടോ ലാരിംഗോളജിസ്റ്റ് അല്ലെ? എന്താണ് പറയാ? ഓട്ടോ ലാരിംഗോളജിസ്റ്റ്. ആ പേര് നമുക്ക് അധികം ഫെമിലിയർ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓട്ടോ ലാരിംഗോളജിസ്റ്റ്.
അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് തുടങ്ങി വെച്ചത് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, കാർത്തിക മുഹമ്മദ് ഒക്കെയാണ് കേട്ടോ. ഇനി എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നിരുന്നു അല്ലെ, ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാനത് ഒന്നുകൂടെ പറയാണ്. എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് ആദ്യം പറഞ്ഞു. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തില് ധാരാളം ഹോർമോണുകൾ ഉണ്ട് അല്ലെ. ഞാൻ പറഞ്ഞു, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ സൗണ്ട് ഉപയോഗിക്കും അല്ലെ, നമ്മളെ ആക്ഷൻസിലൂടെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. എന്നതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് കോശങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത്തരം ഹോർമോൺസുകളിലൂടെയാണ്. ഓക്കെ, അങ്ങനെ ഈ ഹോർമോണുകളുടെ ഉൽപാദനത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം അഥവാ അന്തസ്രാവി വ്യവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന എൻഡോക്രൈൻ, ഈ ഹോർമോൺസുകളെ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെ നമ്മൾ എന്താ പറയാ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെ നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്നാണ് പറയുന്നത്. ഈ ഹോർമോണുകളെ നേരിട്ട് നമ്മൾ ബ്ലഡിലോട്ട് സെക്രീറ്റ് ചെയ്യാണ് ഈ ഗ്ലാൻഡുകൾ കേട്ടോ. എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഗ്ലാൻഡുകള് നേരിട്ട് ബ്ലഡിലോട്ട് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യാണ്. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കണം, ഹോർമോണുകള് അവ ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണമെന്നില്ല അതിന്റെ ഫംഗ്ഷൻ വരുന്നത് കേട്ടോ. അതായത് ചിലപ്പോൾ ഒരു ബ്രെയിനിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആയിരിക്കാം, പക്ഷെ അതിന്റെ ഫംഗ്ഷൻ വരുന്നത് എവിടെയായിരിക്കും? എവിടെയായിരിക്കും അതിന്റെ ഫംഗ്ഷൻ വരുന്നുണ്ടാവുക? മറ്റേതെങ്കിലും ഭാഗങ്ങളിലായിരിക്കും കേട്ടോ. ഇതായിരിക്കും മറ്റേതെങ്കിലും ഭാഗത്തായിരിക്കും. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. അപ്പൊ ഈ പറയുന്ന ഹോർമോണുകളും ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെ കുറിച്ചൊക്കെയുള്ള ഒരു പഠനമാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും എൻഡോക്രൈൻ സിസ്റ്റം, എൻഡോക്രൈനോളജി എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്താണ്? ഹോർമോണുകളും അവ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെ പറ്റിയുള്ള ഒരു പഠനമാണ്. ആ ഒരു ബ്രാഞ്ചിനെയാണ് നമ്മൾ എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഹോർമോണുകളെ പറ്റി പറയാൻ ഒരുപാട് വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഹോർമോൺസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അതൊന്നും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് വളരെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളൂ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇനി നമുക്ക് വായിക്കാം കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്തവര് സ്ക്രീനിൽ ശ്രദ്ധിക്കാം. എൻഡോക്രൈനോളജി. Endocrinology is the study of medicine that relates to the endocrine system. നമ്മൾ ഈ പറയുന്ന എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പഠനമാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ഓക്കെ, the body endocrine system includes the pancreas, the thyroid, parathyroid, pineal, hypothalamus, adrenal and pituitary glands, and the ovaries and testicles. അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കാര്യം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉൾപ്പെടുന്ന ഓർഗൻസുകളെ നമ്മൾ ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിൽ വരുന്ന ചില ഓർഗൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ചിലപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യനിൽ ചോദിക്കാം ഏതെങ്കിലും ഒരു ഓർഗൻ തിരഞ്ഞെടുക്കുന്നത്, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പൊ ഒന്ന് വായിക്കാം. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഏതൊക്കെയാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകള്? ഒന്ന് പാൻക്രിയാസ് ആണ് കേട്ടോ. പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പിക്ചർ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ നമുക്കൊന്ന് വായിക്കാം. പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്നേയഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉത്പാദിപ്പിക്കുന്ന ഒരു ഗ്ലാൻഡ് ആണ് പാൻക്രിയാസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്? തൈറോയിഡ്, പാരാതൈറോയിഡ്. തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ ത്രോട്ടിന്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡിന്റെ തൊട്ടു പുറകെയായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പാരാതൈറോയിഡ് എന്ന് പറയുന്നത്. തൈറോയിഡിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ അപ്പുറത്ത് അതിന്റെ ബാക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്രന്ഥി അത് നമ്മുടെ ബ്രെയിനിൽ കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് പീനിയൽ ഗ്ലാൻഡ് കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. ഹൈപ്പോതലാമസ്. പിന്നെ അഡ്രീനൽ ഗ്ലാൻഡ്. അഡ്രീനൽ ഗ്ലാൻഡ് എവിടെ കാണപ്പെടുന്നതെന്ന് അറിയാമോ? നമ്മുടെ കിഡ്നി ഉണ്ടല്ലോ, കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്യാപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ആണ്
അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ് ആണ് ആൻഡ് ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. സ്ത്രീകളിലാണെങ്കിൽ ഓവറീസ്, പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ്. ഇത്രയും എൻഡോക്രൈൻ ഗ്ലാൻഡ്സുകളാണ് ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുന്നത്. നിങ്ങൾക്ക് ഇത് ഈ ഓർഗൻസ് എന്താണെന്നോ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്നോ അതിൽ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ എന്താണെന്നോ അങ്ങനെയൊന്നും നിങ്ങളോട് ചോദിക്കില്ല. പക്ഷെ നിങ്ങൾ ഈ പേരുകൾ, ഈ ഓർഗൻസുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഞാൻ വേറൊരു പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, കാണുന്നുണ്ടോ? പിക്ചർ കാണുന്നുണ്ടോ? പിക്ചർ കാണുന്നില്ലേ? ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങളൊരു പിക്ചർ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുക. നോക്കാം, ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ആ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എൻഡോക്രൈൻ സിസ്റ്റം മാത്രമാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ആ ഹെഡിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പൊ നോക്കൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈപ്പോ തലാമസ് കേട്ടോ. നമ്മുടെ ഹൈപ്പോ തലാമസ് കേട്ടോ. നോക്കൂ, നമ്മുടെ ബ്രെയിനിന്റെ ഭാഗത്താണ് അത് കാണപ്പെടുന്നത് കേട്ടോ. ഓക്കെ, ഹൈപ്പോ തലാമസ്. പിന്നെ അതിന് ഏകദേശം തൊട്ട് താഴെയായിട്ടാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണപ്പെടുന്നത് കേട്ടോ. എന്താണ്? പീയൂഷ ഗ്രന്ഥി എന്നൊക്കെ പറയും, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പോ തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന മറ്റൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ് പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, ഇത് മൂന്നും എവിടെയാണ്? നമ്മുടെ ബ്രെയിനിൽ കാണപ്പെടുന്നതാണ്. ഏതൊക്കെയാണ്? ഹൈപ്പോ തലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, പീനിയൽ ഗ്ലാൻഡ്. ഓക്കെ, ഇനി നോക്കിയാൽ നമ്മൾ താഴോട്ട് വരുന്ന ത്രോട്ടിന്റെ ഭാഗത്തായിട്ട് കണ്ടോ, ഒരു പയറുമണിയുടെ ഒരു ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എന്താ പറയുക, പയറുമണി അല്ല, ഒരു ബട്ടർഫ്ലൈ പോലത്തെ ഒരു സ്ട്രക്ചർ അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിൽ കാണുന്നതാണ് തൈറോയിഡ് ഗ്ലാൻഡ് ആണ് കേട്ടോ. എന്താണ്? തൈറോയിഡ് ഗ്ലാൻഡ്. ഈ തൈറോയിഡിന്റെ തൊട്ട് പുറകു വശത്തായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പാരാതൈറോയിഡ് ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എവിടെയാണ് ഈ ഓർഗൻസ് എന്നുള്ളത് കേട്ടോ. അപ്പൊ തൈറോയിഡ് മിക്കവർക്കും അറിയുന്നുണ്ടാവും. തൈറോയിഡ് ഗ്ലാൻഡും അതുപോലെ തന്നെ അതിന്റെ തൊട്ട് പുറകെയായിട്ടാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉള്ളത് കേട്ടോ. ഓക്കെ, പിന്നെ തൈമസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. പക്ഷെ ആ ഗ്ലാൻഡിനെ പറ്റി നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഗ്ലാൻഡ് ഉണ്ട് കേട്ടോ, തൈമസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. അത് നമ്മുടെ മാറലിന്റെ ബാക്കിലായിട്ട്, മാറലിനുള്ളിലാണ് അത് കാണപ്പെടുന്നത്. നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്കത് നോക്കേണ്ട കാര്യമില്ല. പിന്നെ വരുന്നത് നോക്കിയേ, പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എവിടെ കാണപ്പെടുന്നത് നോക്കിയേ? നമ്മുടെ ആമാശയം. ഇവിടെ നമ്മുടെ ആമാശയം വരുന്നുണ്ട്. ഈ ആമാശയത്തിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ലീഫ് പോലെ, ഒരു നീണ്ട ലീഫ് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. ഈ ഇൻസുലിന്റെ അഭാവം മൂലമാണ് നമുക്ക് ഡയബറ്റിസ് ഉണ്ടാകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ പാൻക്രിയാസ് എവിടെയാണ്? നമ്മുടെ ആമാശയത്തിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ഒരു ലീഫി ലൈക്ക് സ്ട്രക്ചറാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. അപ്പൊ നമുക്ക് രണ്ട് വൃക്കകൾ ഉണ്ട് അല്ലെ. ഇരു വൃക്കകളുടെ മുകൾ ഭാഗത്തായിട്ട് കണ്ടോ, മുകൾ ഭാഗത്തായിട്ട് ഒരു ക്യാപ്പ് പോലെ, വളരെ ചെറിയൊരു ഇതാണ് കേട്ടോ. നമുക്ക് പിക്ചറിൽ അത്ര ക്ലാരിറ്റി ഇല്ല, എങ്കിലും മനസ്സിലാക്കാം. നമ്മുടെ കിഡ്നിയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ക്യാപ്പ് പോലെ ഒരു സ്ട്രക്ചർ ആണ് അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ് ആണ്, സ്ത്രീകളിലാണെങ്കിൽ ഓവറീസ് ആണ്. ഓക്കെ, സ്ത്രീകളിലാണെങ്കിൽ അണ്ഡാശയം, പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ്, വൃഷണം എന്ന് പറയും കേട്ടോ. ഓക്കെ, ഇതെല്ലാം തന്നെ എന്താണ്? ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. ഈ പിക്ചർ ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുക കേട്ടോ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ഓർഗൻസ് എന്നത്? നമുക്ക് ഹെഡിൽ നിന്ന് തുടങ്ങാം. ഹെഡിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പി വെച്ച് രണ്ടെണ്ണം ഉണ്ട് അല്ലെ. ഇതൊക്കെയാണ് പീനിയൽ ഗ്ലാൻഡും പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ഹൈപ്പോ തലാമസ്. ഇനി നമ്മൾ താഴോട്ട് വരുമ്പോൾ ത്രോട്ടിന്റെ ഭാഗത്ത് ഏതാണ്? തൈറോയിഡ് ഗ്ലാൻഡും പാരാതൈറോയിഡ് ഗ്ലാൻഡ്. എങ്കിലും നമ്മൾ വീണ്ടും താഴേക്ക് വരുന്ന സമയത്ത് പാൻക്രിയാസ് അല്ലെ, നമ്മുടെ ആമാശയത്തിന് തൊട്ടു താഴെയായിട്ട് കാണപ്പെടുന്ന പാൻക്രിയാസ് ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? വൃക്കകളുടെ മുകളിലായിട്ട് അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. പിന്നെ പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ് ആണ്, സ്ത്രീകളിലാണെങ്കിൽ ഓവറീസ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ആ ഒരു പിക്ചർ എടുത്താൽ മതി. നമ്മളോട് ഒരിക്കലും എന്ത് ചോദിക്കില്ല,
എന്തൊക്കെയാണ് എന്തൊക്കെ ഹോർമോൺസുകളാണ് ഉത്പാദിപ്പിക്കുന്നത് അങ്ങനെയൊന്നും ചോദിക്കില്ല കേട്ടോ. കാണുന്നില്ലേ നിങ്ങൾക്ക്? സ്ക്രീൻ കാണുന്നില്ലേ? ഇനി ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ. ഫസ്റ്റ് നോക്കിയേ. ദ ബോഡി എൻഡോക്രൈൻ സിസ്റ്റം ഇൻക്ലൂഡ്സ് പാൻക്രിയാസ്, തൈറോയിഡ്, തൈറോയിഡ് കോമൺ വേണം കേട്ടോ, പാരാതൈറോയിഡ്, പീനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദ ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു ഓർഗൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങള് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, അടുത്ത നോക്കാം. എൻഡോക്രൈനോളജി ഈസ് എ മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി that deals with the study of hormones and hormones related to the cancer. Okay, underline ചെയ്തു വെക്കുക കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളെ കുറിച്ചുള്ള പഠനം, അതിന്റെ ഒരു മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? They work closely with the specialist in ophthalmology, radiation oncology, surgery, obstetrics, transplantation and other specialty areas to provide a multidisciplinary approach to a person's medical problem. അതായത് നമ്മൾ ഈ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും ക്ലോസ്ലി എന്താണ് കണക്റ്റഡ് ആണ്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കെയർ കൊടുക്കുന്നത്. എന്ന് പറയുന്നത് എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടും എന്തുണ്ട്? കണക്ഷൻ ഉണ്ട്. ഇവിടെ പറയുന്നുണ്ട് they work closely with the specialist in ophthalmology. അല്ലെ, ഒഫ്താൽമോളജി എന്ന് പറയുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന അതെ കറക്റ്റാണ് ദർശാനി. അയ്യോയിട്ട് അല്ലെ, കണ്ണുമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഡയബറ്റിക് റെറ്റിനോപ്പതി? കേട്ടിട്ടുണ്ടാവാം, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഡയബറ്റിക് റെറ്റിനോപ്പതി? അല്ലെ, നമുക്ക് ഈ പ്രമേഹ രോഗികളെ സംബന്ധിച്ച് അവർക്ക് കണ്ണിന് ഉണ്ടാവും, കാഴ്ചക്കുറവ് വരും. പ്രത്യേകിച്ച് കുറെ കാലങ്ങളോട് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് എന്താണ് കണ്ണ് സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കാം, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന കണ്ണുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് ഒഫ്താൽമോളജിയാണ് അല്ലെ. ഇനി ഡയബറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡയബറ്റിക് വരാനുള്ള റീസൺ എന്താണ്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അഭാവം കൊണ്ടാണ് നമുക്ക് ഡയബറ്റിക് ആകുന്നത് അല്ലെ. ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഉത്പാദിപ്പിക്കുന്നത് ഏത് ഗ്ലാൻഡാണ്? പാൻക്രിയാസ് ആണ്. ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഭാഗം ഏതിനടുത്ത് വരുന്നതാ? എൻഡോക്രൈനോളജിക്കടുത്ത് വരുന്നു. ഒരു കണക്ഷൻ കണ്ടില്ലേ ഇവിടെ? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിന് ഒഫ്താൽമോളജിയിലെ വിഭാഗവുമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ റേഡിയേഷൻ ഓങ്കോളജി അല്ലെ. ഓങ്കോളജി എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ക്യാൻസർ ആണ് അല്ലെ. ഓക്കെ, എന്താണ് സൗണ്ട് ക്ലാരിറ്റി കുറവുണ്ട്? സൗണ്ട് ഇഷ്യൂസ് ഉണ്ടാവും. ഇല്ല, ഫുൾ സൗണ്ട് ആണ് കേട്ടോ, സൗണ്ട് ക്ലിയർ അല്ല. ഓക്കെ, അപ്പോ അടുത്തൊരു വിഭാഗമാണ് റേഡിയേഷൻ ഓങ്കോളജി അല്ലെ. റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുമ്പോൾ ഓങ്കോളജി എന്ന് പറയുമ്പോൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് അല്ലെ. തൈറോയിഡ് ക്യാൻസർ ഉണ്ടാവാം, ഈ പറയുന്ന എൻഡോക്രൈൻ ക്യാൻസർ ഏതിൽ വേണമെങ്കിലും ക്യാൻസർ വരാം അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധമുണ്ട് അല്ലെ. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സർജറി അല്ലെ. സർജറി ഇപ്പൊ നമുക്കറിയാം ഈ പറയുന്ന പോലെ ടെസ്റ്റിസ്, ഓവറീസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട സർജറികൾ നടത്താറുണ്ട്. അതുപോലെ ഒബ്സ്റ്ററ്റിക്സ് അല്ലെ. ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഈ പറയുന്ന പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചയങ്ങൾ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ഓവറീസ് ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലെ. പിന്നെ എന്താണ്? ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് അതർ സ്പെഷ്യാലിറ്റി ഏരിയസ് അല്ലെ. പിന്നെ നമുക്കറിയാം ട്രാൻസ്പ്ലാന്റേഷൻസ് നടക്കുന്നുണ്ട്. ഈ പറയുന്ന എൻഡോക്രൈൻ ക്യാൻസറുകളുടെ ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് സർജറികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻഡോക്രൈനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ ഉറപ്പുവരുത്തുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? പല പ്രോബ്ലംസുകൾക്ക് അവര് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റുകള് എന്തൊക്കെ പ്രോബ്ലംസുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത് നോക്കിയേ. അവിടെ കുറച്ച് ലിസ്റ്റ് ഓഫ് ഡിസീസുകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡയബറ്റിസ് അല്ലെ. ഡയബറ്റിക് നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമുക്ക് ഡയബറ്റിസ് ഉണ്ടാവുന്നത് അല്ലെ. സോ ഡയബറ്റിസ്, അതുപോലെ തന്നെ ന്യൂട്രീഷൻ പ്രോബ്ലംസ് അല്ലെ, പോഷക സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്. കാരണം നമുക്ക് ഹോർമോണുകളുടെ ഇംബാലൻസുകൾ മൂലം നമുക്ക് എന്ത് വരാം? ന്യൂട്രീഷൻ പ്രോബ്ലംസുകൾ വരാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ന്യൂട്രീഷൻ പ്രോബ്ലംസുകള്. പിന്നെ വരുന്നതാണ് ഓസ്റ്റിയോപോറോസിസ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞാല്? ഇറ്റ് ഈസ് എ കാൽസ്യം ബോണ്ട് ഡിസോർഡർ ആണ്. നമുക്കറിയാം നമ്മുടെ പല്ലുകള്, എല്ലുകള്, ഇതിന്റെയൊക്കെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു മിനറലാണ് കാൽസ്യം എന്ന് പറയുന്നത്. നമ്മൾ പ്രായമാകുന്നതോറും എന്ത് സംഭവിക്കും? ഈ കാൽസ്യം ഇതിന് കുറയും അല്ലെ. കാൽസ്യം നമ്മൾ കഴിക്കണം ആ സമയങ്ങളിൽ അല്ലെ. അപ്പൊ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കാണ്? അപ്പൊ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം കിട്ടാതെ വരുമ്പോൾ അതിൽ പറയുന്ന ബോൺസിൽ നിന്നൊക്കെ ബോഡി അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് നമ്മുടെ ബോൺസ് എന്താകും? ഫ്രജൈലാകാൻ തുടങ്ങും, ക്ഷയിക്കാൻ തുടങ്ങും അല്ലെ. അങ്ങനെ പെട്ടെന്ന് എല്ലുകൾ പൊട്ടാനുള്ള ഒരു ചാൻസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, ആ ഒരു അവസ്ഥയെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിസീസ് ആണ് കേട്ടോ ദാറ്റ് കോസിംഗ് ദ ബോൺസ് ബിക്കം ഫ്രജൈൽ ആൻഡ് ലൈക്ലി ബ്രേക്ക് ആവാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. അതായത് ബോൺസ് ക്ഷയിക്കുകയാണ്, ക്ഷയിച്ചിട്ട് ആ ബോണിനെ പൊട്ടാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയെയാണ് നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഒരു കാൽസ്യം ഡിസോർഡർ ആണ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന കാൽസ്യം എന്ന് പറയുന്നതിന്റെ നമ്മുടെ ബ്ലഡിന് കാൽസ്യത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്നൊരു ഹോർമോൺ ഉണ്ട്, കാൽസിറ്റോണിൻ എന്ന് പറയുന്നത്. കാൽസിറ്റോണിൻ. അപ്പൊ അവിടെ എന്തുണ്ട്? ഹോർമോണിന്റെ ഒരു ആ ഒരു എഫക്ട് അവിടെ വരുന്നുണ്ട്. നമ്മുടെ ബ്ലഡിനകത്തുള്ള കാൽസ്യത്തിന്റെ ലെവലുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്, കാൽസിറ്റോണിൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ വാരിയേഷൻസ് മൂലം കാൽസ്യത്തിന്റെ ലെവൽസ് വ്യത്യാസപ്പെടാം. ഈ കാൽസ്യത്തിന്റെ അളവിലെ വാരിയേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ബോൺ ഡിസോർഡേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ് ആണ് കേട്ടോ. ഗൊണാഡ് മീൻസ് ഈ പറയുന്ന സെക്സ് ഹോർമോൺസുകളൊക്കെയാണ് കേട്ടോ. പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ സംബന്ധമായിട്ടുള്ള വോയിസ് ക്ലിയർ അല്ല. ഇപ്പൊ ഓക്കെ ആണോ? വോയിസ് ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ് കേട്ടോ. പിറ്റ്യൂട്ടറി അതുപോലെ തന്നെ ഗൊണാഡ് അഡ്രീനൽ സംബന്ധമായിട്ടുള്ള ഡിസോർഡേഴ്സുകള്. പിന്നെ വരുന്നത് തൈറോയിഡ് ഡിസോർഡേഴ്സ് അല്ലെ. തൈറോയിഡിന്റെ പ്രോബ്ലം ഇഷ്ടംപോലെ ആളുകൾക്കുണ്ട് അല്ലെ. ഹൈപ്പോ തൈറോയിഡിസം, അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം അല്ലെ. തൈറോയിഡിന്റെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള തൈറോയിഡ് ഡിസോർഡേഴ്സ്. പിന്നെ വരുന്നത് ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് മെഡിസിൻ. നമുക്കറിയാം ഈ ഹോർമോണിന്റെ വാരിയേഷൻസ് കൊണ്ടാണ് ട്രാൻസ്ജെൻഡർ ഇങ്ങനെയുള്ള ഇഷ്യൂസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ അവർക്ക് വേണ്ട ഈ ജെനിറ്റൽ റീകൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ അവരുടെ സ്പീച്ച് തെറപ്പി, അവരുടെ സൗണ്ട് അല്ലെ, സൗണ്ട് ഒക്കെ മാറ്റുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ട്രാൻസ്ജെൻഡർ ഇന്റർസെക്സ് മെഡിസിൻസുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന എൻഡോക്രൈനോളജി ബ്രാഞ്ചിനകത്താണ്. കാരണം ഈ ഹോർമോണിന്റെ വാരിയേഷൻസ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ട്രാൻസ്പ്ലാന്റേഷൻസ് ആണ്. ഓക്കെ, ഈ ഗ്ലാൻഡുകൾ ചേർത്ത് നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്? എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റിൽ. ഓക്കെ, ഇത്രയും എന്നിട്ട് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. അപ്പൊ എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഹോർമോണുകളും
ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ കുറിച്ചുമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗമാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. എൻഡോക്രൈൻ സിസ്റ്റത്തിന് വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? നമ്മൾ ആ ഹെഡിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാല് പീനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, അതുപോലെ തന്നെ പാൻക്രിയാസ്, പിന്നെന്താ നമ്മൾ പറയാം അഡ്രീനൽ ഗ്ലാൻഡ്, പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ്, സ്ത്രീകളിലാണെങ്കിൽ ഓവറീസ്. ഇത്രയും ഓർഗൻസുകളാണ് ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് ഉൾപ്പെടുന്നത്. പിന്നെ ഓർക്കുക, എൻഡോക്രൈനോളജി എന്ന് പറഞ്ഞാൽ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്റ്റഡ് ആണ്. അങ്ങനെ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് വെച്ചാൽ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് അത് വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൈകാര്യം ചെയ്യുന്ന ഡിസീസസ് എന്തൊക്കെയാണ്? ഡയബറ്റിസ്, ന്യൂട്രീഷൻ പ്രോബ്ലംസ്, ഓസ്റ്റിയോപോറോസിസ്, പിറ്റ്യൂട്ടറി ഗോണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ്, തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, ട്രാൻസ്ജെൻഡർ ആൻഡ് ഇന്റർസെക്സ് മെഡിസിൻ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ലിസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. മറ്റു ഡിപ്പാർട്ട്മെന്റ് ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം. സ്ക്രീൻ നോക്കുക കേട്ടോ. സ്ക്രീൻ നോക്കിക്കോളൂ, കാണാൻ പറ്റും. സ്ക്രോൾ ചെയ്തല്ലോ, കാണാൻ പറ്റുന്നില്ലേ? എൻഡോക്രൈനോളജി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം കേട്ടോ. അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന വാർദ്ധക്യ സഹജമായിട്ടുള്ളത് അല്ലെ, പ്രായം ചെന്ന ആളുകൾ അല്ലെ, ഓൾഡ് ഏജിലായിട്ടുള്ള ആളുകൾക്ക് വരുന്ന അസുഖങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കത് വായിക്കാം. This department is usually equipped with doctors specialized in geriatric medicine, since the elderly suffer from a wide range of illness and seek the treatment for. Okay, എന്തൊക്കെ കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രായം ചെന്ന ആളുകൾക്ക് വരുന്ന ഒട്ടുമിക്ക അസുഖങ്ങളും അല്ലെ, പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന എല്ലാ അസുഖങ്ങളും എന്താണ് കൈകാര്യം ചെയ്യുന്നത് ജെറിയാട്രിക്സ് വിഭാഗത്തിലാണ് അല്ലെ. അപ്പൊ എന്തൊക്കെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റുകളാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ, സ്ട്രോക്ക് അല്ലെ. ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇതിപ്പോ പ്രായമുള്ള ആളുകൾക്ക് മാത്രമല്ല, പ്രായം കുറഞ്ഞ ആളുകൾക്കും വരാറുണ്ട് അല്ലെ, സ്ട്രോക്ക് വരാറുണ്ട്. നമ്മുടെ ഈ പറയുന്ന എന്താണ് ബ്രെയിനിലേക്കുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ കുറയുന്നത് മൂലം, ഹാർട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ കുറയുന്ന ഹാർട്ട് അറ്റാക്ക് വരില്ലേ, ബ്ലോക്ക് വരുമ്പോ, എന്നതുപോലെ നമ്മുടെ ബ്രെയിനിലേക്കുള്ള ആ ഒരു ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട് ആകുന്ന സമയത്ത് വരുന്ന ഒരു അവസ്ഥയാണ് അല്ലെ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്ന് പറയും അല്ലെ. നിങ്ങൾ കറക്റ്റ് സമയത്ത് ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാരലൈസ് ചെയ്ത് പോകും, ആള് തളർന്നു പോകും. ഓക്കെ, ചിലപ്പോൾ മരണപ്പെടാം അല്ലെ. അപ്പൊ സ്ട്രോക്ക്, അതുപോലെ തന്നെ ഗാസ്ട്രോ എന്ററോളജി നമ്മുടെ വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഗാസ്ട്രോ എന്ററോളജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ, സ്റ്റൊമക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ വയറ് സംബന്ധമായിട്ടൊക്കെ വരുന്ന ഇഷ്യൂസുകള്, ദാറ്റ് മീൻസ് ഡൈജസ്റ്റീവ് പ്രോബ്ലംസുകളൊക്കെ പ്രായം കൂടുന്തോറും വരും അല്ലെ. ഓക്കെ, പിന്നെ വരുന്നത് ഡയബറ്റീസ് അല്ലെ, പ്രമേഹം. പ്രമേഹം എന്ന് പറയുമ്പോൾ അങ്ങനെ വയസ്സായ ആളുകൾക്ക് മാത്രമല്ല, ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ളത് ചെറുപ്പക്കാർക്കാണ് അല്ലെ. അങ്ങനെയുള്ള ഡയബറ്റീസ് പ്രോബ്ലംസ്.
പിന്നെ വരുന്നത് ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലംസ് ആണ് കേട്ടോ. എന്താണ് ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലംസ്? ലോക്കോമോട്ടേഴ്സ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തന്നെ. ഓക്കെ, കറക്റ്റ് ആണ് തൻസി, കറക്റ്റ് ആണ് കേട്ടോ. റെസ്ട്രിക്റ്റീവ് പേഴ്സൺസ് എബിലിറ്റി ടു മൂവ് ആൻഡ് കൺട്രോൾ. അതെ, മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകളാണ് ലോക്കോമോട്ടീവ്സ് പ്രോബ്ലംസ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം, ഇപ്പൊ പ്രായം ചെല്ലുന്തോറും ചെറുപ്പകാലത്ത് ഓടി നടന്ന പോലെ, ഓടി ചാടിയൊക്കെ നടന്ന പോലെ പ്രായം ചെല്ലുന്ന നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല അല്ലെ. ലോക്കോമോട്ടീവ് ന്യൂറോൺസ് ഒക്കെ ക്ഷയിക്കാൻ തുടങ്ങും, എല്ലുകളും എല്ലാം ക്ഷയിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ എന്തുണ്ടാവും? ലോക്കോമോട്ടീവ് പ്രോബ്ലംസുകൾ ഉണ്ടാവും അല്ലെ. മൂവ്മെന്റ്സ് ആണ് കേട്ടോ, മൂവ്മെന്റ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാവും. പിന്നെ വരുന്നത് സിങ്കോപ്പ് ആണ്. സിങ്കോപ്പ് എന്ന് പറയുന്നത് ശരിക്കും ബോധക്ഷയമാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ ബ്രെയിനിലേക്കുള്ള ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറയുന്ന സമയത്ത് എന്ത് സംഭവിക്കാൻ, നമുക്കൊരു അൺകോൺഷ്യസ് ആവുകയാണ് അല്ലെ. ഓക്കെ, പ്രായം ചെല്ലുമ്പോൾ വരുന്ന അവസ്ഥകളാണ്, അതിനെയാണ് നമ്മൾ സിങ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ബോൺ ഡിസീസ് ആണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരെണ്ണം പറഞ്ഞില്ലേ, ഓസ്റ്റിയോപൊറോസിസ്. പ്രത്യേകിച്ച് നമ്മൾ പറയും അല്ലെ, അതായത് ഒരു 10-50 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ വീണ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം എന്താ, പെട്ടെന്ന് അവരുടെ എല്ലുകളൊക്കെ ഒടിയാൻ ചാൻസ് ഉണ്ട് അല്ലെ. കാര്യം എന്താണ്, പ്രായം ചെല്ലുന്തോറും കാൽസ്യം കുറയാൻ തുടങ്ങും അല്ലെ, ഡെഫിഷ്യൻസി ആവാൻ തുടങ്ങും അല്ലെ, ബോൺസ് ഒക്കെ ക്ഷയിക്കാൻ തുടങ്ങും. അപ്പൊ പെട്ടെന്ന് ഫ്രാക്ചർ ആവാനും, ഒന്ന് ജസ്റ്റ് ഒന്ന് വീണ് കഴിഞ്ഞാൽ തന്നെ ഫ്രാക്ചർ ആവാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ബോൺ ഡിസീസസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ പൊതുവേ ഉള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഏതൊക്കെയാണ്? സ്ട്രോക്ക്, ഗാസ്ട്രോഎൻട്രോളജി, ഡയബറ്റീസ്, ലോക്കോമോട്ടീവ് പ്രോബ്ലംസ്, സിങ്കോപ്പ്, ബോൺ ഡിസീസ് കേട്ടോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ചില ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പഠിക്കുമ്പോൾ കോമൺ ആയിട്ട് പലതും വരും. ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എൻഡോക്രൈനോളജി സിസ്റ്റത്തിന് അത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ ജെറിയാട്രിക്സിനടുത്തും വരുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കാം. This department also provides a range of community services such as home mobile therapy units, palliative care, and this department is often connected with the other community centers. ഇതിന് പുറമെ നമ്മൾ ഈ ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ മറ്റു പല കമ്മ്യൂണിറ്റി സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. ലൈക്ക് ഈ പറയുന്ന പോലെ ഹോം മൊബൈൽ തെറാപ്പി യൂണിറ്റ്. നമുക്കറിയാം, ഇപ്പൊ പ്രായം ചെന്ന ആളുകള്, ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും പറ്റാത്ത കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ, ചിലപ്പോൾ അവരെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ വന്ന് ഹോം ഹെൽത്ത് കെയർ സേവനങ്ങളൊക്കെ കൊടുക്കാം, ഫിസിയോതെറാപ്പി സേവനങ്ങൾ കൊടുക്കാം, സ്പീച്ച് തെറാപ്പി അങ്ങനെയൊക്കെ കൊടുക്കുന്ന സേവനങ്ങളുണ്ട്. അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി സർവീസസുമായിട്ടും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോം ഹെൽത്ത് കെയർ, അതുപോലെ പാലിയേറ്റീവ് കെയർ എന്ന് വെച്ചാൽ അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല, വീട്ടിൽ കിടപ്പായിട്ടുള്ള രോഗികളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ വന്ന് അവർക്ക് വേണ്ട ചില സോഷ്യൽ സർവീസോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി സേവനങ്ങളോ അല്ലെങ്കിൽ ഹോം ഹെൽത്ത് കെയർ സർവീസുകളൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ജെറിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് പുറമെ ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓഫൺ കണക്റ്റഡ് വിത്ത് അതർ കമ്മ്യൂണിറ്റി സെന്റേഴ്സ്. മറ്റു പല കമ്മ്യൂണിറ്റി സെന്റേഴ്സുമായിട്ട് അത് കണക്റ്റഡ് ആണ്. ഈ സീനിയർ സിറ്റിസൺസ് ക്ലബുകള് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതൊക്കെയായിട്ട് അങ്ങനെയൊക്കെയുള്ള ചില കമ്മ്യൂണിറ്റി വയസ്സായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ചില സെന്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജെറിയാട്രിക് സെന്ററുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതൊക്കെ ആയിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കണക്റ്റഡ് ആണ് കേട്ടോ. ഇത്രയുള്ളൂ. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ, സ്ക്രീനിൽ നോക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ജനറൽ മെഡിസിൻ കേട്ടോ. നെക്സ്റ്റ് വിഭാഗമാണ് ജനറൽ മെഡിസിൻ. നമുക്ക് സാധാരണ ഇപ്പൊ ഒരു പനിയോ ചുമയോ ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ പൊതുവെ വിഭാഗത്തിലോട്ട് പോവാം. ജനറൽ മെഡിസിൻ അല്ലെ, ഫിസിഷ്യനെ കാണാൻ പോകുന്നു അല്ലെ. ഓക്കെ, ആ ഒരു വിഭാഗമാണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാം. ഇന്റേണൽ മെഡിസിൻ ഓർ ജനറൽ മെഡിസിൻ is the medical specialty that deals with the prevention, diagnosis and treatment of adult diseases. കേട്ടോ, അത് നിങ്ങൾ നോക്കേണ്ടത് ജനറൽ മെഡിസിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഇന്റേണൽ മെഡിസിൻ. എന്താണ് പറയാ? ഇന്റേണൽ മെഡിസിൻ. അപ്പൊ ഇന്റേണൽ മെഡിസിൻ കേട്ട് കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? ജനറൽ മെഡിസിൻ ആണ് കേട്ടോ. ജനറൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
അഡൽട്ട് ഡിസീസസ് ആണ് അല്ലെ, പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾക്കൊക്കെ വരുന്ന അസുഖങ്ങള്, അവരുടെ ട്രീറ്റ്മെന്റ്, പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് എ ജനറൽ പ്രാക്ടീഷണർ ഓർ GP നമ്മൾ ഷോർട്ട് ആക്കി പറയാം. ഹീസ് എ ഫിസിഷ്യൻ ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ. ആരാണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല്? ഫിസിഷ്യനെ നമുക്ക് എന്ത് പറയാം? ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയാം കേട്ടോ. ഇത് പൊതുവെ ഫിസിഷ്യൻ എന്നാണ് പറയാ അല്ലെ. ഓക്കെ, ജനറൽ പ്രാക്ടീഷണർ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആരാണ്? ഹു ഈസ് നോട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ അല്ലെ. അദ്ദേഹം എന്താണ്? മെഡിസിൻ ഒരു പ്രത്യേക ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം സ്പെഷ്യലൈസ്ഡ് ആണ്, അദ്ദേഹം സ്പെഷ്യലൈസ്ഡ് ആണ്. പക്ഷെ ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗത്തില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. ഇപ്പൊ നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്ന് പറയും അല്ലെ. പൾമണോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ലെൻസ് ഫോക്കസ്ഡ് ആയിട്ട് ലെൻസ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളവരെ നമ്മൾ പൾമണോളജിസ്റ്റ് എന്ന് പറയും. കിഡ്നിയാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്ന് പറയും. അപ്പൊ അവിടെ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയാണ് അവിടെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു ഫിസിഷ്യൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. അദ്ദേഹം എന്താണ്? വൺ പെർട്ടിക്കുലർ ഏരിയ ഓഫ് മെഡിസിൻ, ഹാർട്ടോ ലെൻസോ കിഡ്നി, അങ്ങനെ ഒരു പ്രത്യേക വിഭാഗത്തിലല്ല അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് മെഡിസിന്റെ ഒരു പ്രത്യേക ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ അല്ല, പകരം ജനറൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഉൾപ്പെടും അല്ലെ. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെയാണ് നമ്മൾ ജനറൽ പ്രാക്ടീഷണർ അഥവാ ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? റൂട്ടീൻ ഹെൽത്ത് കെയർ. റൂട്ടീൻ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ നടത്തുന്ന പരിശോധനകൾ അല്ലെ, ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻസ്, ഇമ്മ്യൂണൈസേഷൻസ് അല്ലെ, കുത്തിവയ്പ്പുകള്, കാര്യങ്ങള്, അത്തരത്തിലുള്ള സേവനങ്ങള്. ആൻഡ് അസസ് ആൻഡ് ട്രീറ്റ് മെനി ഡിഫറെന്റ് കണ്ടീഷൻസ് ഇൻക്ലൂഡിങ് ഇൽനെസസ് ആൻഡ് ഇഞ്ചുറീസ് അല്ലെ. അതുപോലെ നമുക്ക് വരുന്ന ഈ പറയുന്ന റൂട്ടീൻ ആയിട്ട് അല്ലെ, നമുക്ക് സാധാരണ വരുന്ന കസ്റ്റമറി അല്ലെ ആയിട്ട് വരുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ചുമ, പനി, ജലദോഷം, അങ്ങനെയുള്ള ഇൽനെസ്, ഇഞ്ചുറികള്, ഇതെല്ലാം തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത്. ഓക്കെ, MBBS വിത്ത് MD in general medicine is usually a general physician. അപ്പൊ ഒരു ജനറൽ ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം സ്പെഷ്യലൈസ്ഡ് ആണ്. ജനറൽ മെഡിസിൻ എന്ന് പറയുന്ന വിഭാഗത്തിനാണ് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കുന്നത് കേട്ടോ. കാർഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ആണ്, നെഫ്രോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ കിഡ്നിയാണ്. അവർ പെർട്ടിക്കുലർ ഏരിയയിലാണ് സ്പെഷ്യലൈസ് ചെയ്യുന്നത്. പക്ഷെ MBBS കഴിഞ്ഞ് MD ചെയ്യാന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആണ്. അവർ എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറിനെയാണ് നമ്മൾ ഫിസിഷ്യൻ അഥവാ ജനറൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? വായിച്ചു നോക്കിക്കോട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. എന്താണ് ഗ്യാസ്ട്രോ എൻറ്ററോളജി? എൻറ്ററോ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം? നമ്മൾ ഇൻറ്റസ്റ്റൈൻസ് ആയിട്ട് കണക്ട് ചെയ്യണം. കുടലുണ്ടല്ലോ ഇൻറ്റസ്റ്റൈൻ, നമ്മുടെ വയറ്, അബ്ഡോമൻ, ഓക്കെ, അതുമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്ക്, അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻറ്ററോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. This department deals with the abdominal related medicine. അല്ലോ, abdominal related ആയിട്ടുള്ള മെഡിസിൻ, abdominal related മെഡിസിനുമായിട്ട് that means അത് കൈകാര്യം ചെയ്യുന്ന abdominal related issues കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്? ഗ്യാസ്ട്രോ എൻറ്ററോളജി എന്ന് പറയുന്നത്. The diagnosis and treatment of conditions that affect the esophagus, stomach, small intestine, large intestine, colon, liver, pancreas, gallbladder, colon and rectum. നമ്മൾ നേരത്തെ എൻഡോക്രൈൻ സിസ്റ്റം പഠിച്ചപ്പോ അതിൽ വരുന്ന ഓർഗൻസ് കുറച്ച് നമ്മൾ ഗ്ലാൻസുകൾ പരിചയപ്പെട്ടു അല്ലെ. എന്നതുപോലെ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ.
ഗൈസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ അബ്ഡോമിനൽ റിലേറ്റഡ് ഈസോഫാഗസ് അല്ലെ. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അന്നനാളമാണ് കേട്ടോ. ഓക്കെ, അന്നനാളം. അതുപോലെ തന്നെ എന്താണ്? സ്റ്റൊമക്ക്, നമ്മുടെ ആമാശയം. അതുപോലെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അല്ലെ, ചെറുകുടല്. പിന്നെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ അല്ലെ, വൻകുടല്. അതിനെ നമ്മൾ കോളൻ ആണ് പറയുക കേട്ടോ, കോളൻ. ലിവർ, ലിവർ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ പാൻക്രിയാസ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഇതേ പാൻക്രിയാസ് എവിടെ വരുന്നുണ്ട്? എൻഡോക്രൈൻ സിസ്റ്റത്തിനകത്ത് വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പാൻക്രിയാസ്. പിന്നെ ഗോൾ ബ്ലാഡർ അല്ലെ, പിത്തസഞ്ചി, പിത്താശയം. പിന്നെ എന്താണ്? കോളൻ ആൻഡ് റെക്ടം. ഈ കോളൻ എന്ന് പറയുന്നത് ഇതിന്റെ ഭാഗം തന്നെയാണ്, ഇൻറ്റെസ്റ്റൈനിന്റെ ഭാഗമാണ് കേട്ടോ. റെക്ടം എന്ന് പറഞ്ഞാല് മലാശയമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? എന്താണ് പ്രോബ്ലംസ്? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? സ്ക്രീനിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടോ? ഇല്ല. അപ്പോ ജസ്റ്റ് നമുക്കതൊന്ന് നോക്കാം. ഞാൻ അതിന്റെ ഒരു പിക്ചർ കാണിച്ചു തരാം കേട്ടോ. പിക്ചർ ഒന്ന് നോക്കാം കേട്ടോ. ഇതിനകത്ത് നമ്മുടെ പറയുന്ന എല്ലാ ഭാഗങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ആദ്യം ഏതാണ്? ഈസോഫാഗസ് അല്ലെ. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഡൈജഷൻ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ വായ്ക്കുള്ളിൽ വെച്ച് ശരിക്കും പറഞ്ഞാൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോക്കാം, ഈസോഫാഗസ്. ഈസോഫാഗസ് കണ്ടല്ലോ, അന്നനാളമാണ് കേട്ടോ. നമ്മുടെ ഭക്ഷണം ഇറങ്ങി പോകുന്നത് ഈസോഫാഗസിലൂടെയാണ് കേട്ടോ, അന്നനാളം. ഓക്കെ, വരുന്നത് എന്താണ്? നമ്മുടെ സ്റ്റൊമക്ക് ആണ് അല്ലെ. സ്റ്റൊമക്ക് എന്താണ്? ആമാശയമാണ്. ഓക്കെ, സ്റ്റൊമക്ക്. പിന്നെ വരുന്നത് പാൻക്രിയാസ്, അതിന്റെ ഭാഗമാണ്. കാരണം പാൻക്രിയാസ് ഈ പറയുന്ന ചില ഹോർമോൺസുകൾ എന്തിനു സഹായിക്കുന്നുണ്ട്? ഡൈജഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റൊമക്ക്. പിന്നെ എന്താണ്? ലിവർ കേട്ടോ. ലിവറിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഗോൾ ബ്ലാഡർ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ലിവർ ഉത്പാദിപ്പിക്കുന്ന ബൈലുണ്ടല്ലോ, ബൈൽ, പിത്തരസം, അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഒരു ഗോൾ ബ്ലാഡറിനകത്താണ് കേട്ടോ. നമ്മുടെ ലിവറിന്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു കാണുന്ന ഒരു ഭാഗമാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ലിവർ ഉത്പാദിപ്പിക്കുന്ന ബൈല് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഒരു ഗോൾ ബ്ലാഡറിനകത്താണ് കേട്ടോ. ഓക്കെ, അത് ഈ പറയുന്ന പോലെ ഡൈജഷന് സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്? ലാർജ് ഇൻറ്റെസ്റ്റൈൻ. ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആണ് ഈ ഒരു ഭാഗം കേട്ടോ, വൻകുടല്. ലാർജ് ഇൻറ്റെസ്റ്റൈൻ ഇതാണ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ. അതിന് ഉള്ളിലായിട്ട് കാണുന്നതാണ് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ചെറുകുടല്. അതുപോലെ തന്നെ റെക്ടം. റെക്ടം എന്ന് പറയുന്നത് നമ്മുടെ മലാശയമാണ് കേട്ടോ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം, നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈൻ കണ്ടല്ലോ നിങ്ങളുടെ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ അതിന് ശരിക്കും പറഞ്ഞാൽ 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗമുണ്ട്. ഈ ഒരു ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ തുടക്ക ഭാഗം ഉണ്ടല്ലോ, അതിന് നമ്മൾ സീക്കം എന്നാണ് പറയുന്നത് കേട്ടോ. സീക്കം എന്നാണ് പറയുന്നത്. ഈ ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ഏറ്റവും മിഡിൽ പോർഷൻ കണ്ടല്ലോ, ഏറ്റവും നടുക്കുള്ള ഭാഗം, ഈ ഒരു പോർഷനെയാണ് നമ്മൾ കോളൻ എന്ന് പറയുന്നത് കേട്ടോ. കോളൻ അവിടെ കൊടുത്തിരിക്കുന്നത് കോളൻ ലാർജ് ഇൻറ്റെസ്റ്റൈൻ ആണ്, അത് കറക്റ്റ് ആണ്. പക്ഷെ നമ്മൾ ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ തുടക്ക ഭാഗത്തിന് നമ്മൾ സീക്കം എന്നാണ് പറയുന്നത് കേട്ടോ. അതിന്റെ ആ ഒരു മെയിൻ പോർഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ കോളൻ എന്നാണ് പറയുന്നത്, കോളൻ. ഓക്കെ, ആ ഒരു ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ ലാസ്റ്റ് ഭാഗമാണ് റെക്ടം എന്ന് പറയുന്നത്. റെക്ടം ഇസ് എ പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ. റെക്ടം വേറൊരു ഭാഗമല്ല, ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ലാർജ് ഇൻറ്റെസ്റ്റൈൻ. അത് ലാർജ് ഇൻറ്റെസ്റ്റൈൻ്റെ തന്നെ ഒരു ഭാഗമാണ്, മലാശയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഗാസ്ട്രോ എൻറ്ററോളജി വിഭാഗത്തിൽ വരുന്നത്. ഏതൊക്കെയാണ്? ഈസോഫാഗസ്, അതുപോലെ തന്നെ സ്റ്റൊമക്ക്, സ്റ്റൊമക്കിനോട് ചേർന്ന പാൻക്രിയാസ്, ലിവർ ഉത്പാദിപ്പിക്കുന്ന ബൈൽ സൂക്ഷിക്കുന്ന ഗോൾ ബ്ലാഡർ, ഇതിന് ശേഷം ലാർജ് ഇൻറ്റെസ്റ്റൈൻ, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഗാസ്ട്രോ എൻറ്ററോളജി വിഭാഗത്തിൽ വരുന്നത്. ഓക്കെ ആണോ? പിക്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും അതിന് ചോദിക്കൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി ഒന്ന് വായിച്ചേ നിങ്ങള്. This department deals with the abdominal related medicine, the diagnosis and treatment of conditions that
affect the esophagus, stomach, small intestine, large intestine, liver, pancreas, gallbladder, colon and rectum. Clear ആണല്ലോ? Okay. It also involves endoscopy. നമുക്കറിയാവുന്നതാണ് endoscopy എന്ന് പറയുന്നത് എന്താണ്? ഒരു പേച്ചിങ് പ്രൊസീജിയർ ആണ് അല്ലെ. എൻഡോസ്കോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബ് ആണ് അല്ലെ. അതിനകത്ത് ഒരു ലൈറ്റും ക്യാമറയും ഉണ്ടാവും അല്ലെ. എന്ത് ചെയ്യും? ഒന്നുകിൽ നമ്മുടെ രക്തത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൗത്തിലൂടെ ആയിരിക്കാം, അത് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തി വരും. പ്രത്യേകിച്ച് നമുക്ക് ഈ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അതൊക്കെ ഇമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ എൻഡോസ്കോപ്പി ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ ഒരു വിഭാഗത്തിൽ എൻഡോസ്കോപ്പി പോലെയുള്ള പ്രൊസീജിയറുകളും മറ്റും ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്? സ്പെഷ്യൽ നഴ്സസ് ആർ ഓഫൺ പോസ്റ്റഡ് ഇൻ ദിസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് പെർഫോമിംഗ് എ വൈഡ് റേഞ്ച് ഓഫ് ബവൽ ഇൻവെസ്റ്റിഗേഷൻസ് കേട്ടോ. ബവൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങള്, ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതില് ഏറ്റവും ട്രെയിനഡ് ആയിട്ടുള്ള സ്പെഷ്യൽ നഴ്സസിനെയാണ് നമ്മുടെ ഗൈസ്ട്രോ ഇൻട്രോളജി വിഭാഗത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. മറ്റുള്ള നഴ്സ് എല്ലാം സ്പെഷ്യൽ നഴ്സസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഗൈസ്ട്രോ ഇൻട്രോളജിയെ പറ്റി പറയാനുള്ളത്. നമ്മുടെ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ, നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ആമാശയ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഗൈസ്ട്രോ ഇൻട്രോളജി എന്ന് പറയുന്നത്. ഈ ഒരു വിഭാഗത്തിൽ വരുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്? ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, ലിവർ, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ, കോളൻ ആൻഡ് റെക്ടം. ഈ കോളൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മിഡിൽ പോർഷൻ ഓഫ് ദ ലാർജ് ഇൻറ്റെസ്റ്റൈൻ. നമ്മുടെ വൻകുടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ പാർട്ടിനെയാണ് നമ്മൾ കോളൻ എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ സ്റ്റാർട്ടിംഗ് പാർട്ടിന് നമ്മൾ സീക്കം എന്നാണ് പറയുക. എൻഡിങ് പാർട്ട് ഓഫ് ദ ലാർജ് ഇൻറ്റെസ്റ്റൈനെയാണ് നമ്മൾ റെക്ടം എന്ന് പറയുന്നത് കേട്ടോ, മലാശയം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വളരെയധികം ബവൽ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ട്രെയിനഡ് ആയിട്ടുള്ള സ്പെഷ്യൽ നഴ്സസിനെയാണ് നമ്മൾ ഈ ഒരു വിഭാഗത്തില് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ ഗൈസ്ട്രോ എൻട്രോളജി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹെപ്പറ്റോളജി ആണ്. അതൊരു വലിയ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ. അത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഹെപ്പറ്റോളജി ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുമോ? ഹെപ്പറ്റൈറ്റിസ് അല്ലെ, ഇതിന്റെ ഭാഗത്തിന്റെ ലിവർ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, കറക്റ്റ് ആണ് ലിവർ അല്ലെ. ഓക്കെ, നമ്മുടെ ലിവർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസിനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് നമുക്ക് കേട്ടിട്ടില്ലേ? ഇൻഫ്ലമേഷൻ ഓഫ് ദ ലിവർ അല്ലെ, കരളിന് വരുന്ന വീക്കാണ്. അതിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ്, ഹെപ്പറ്റോളജി, ഹെപ്പാറ്റ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് ലിവർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഹെപ്പറ്റോളജി ഈസ് എ സൂപ്പർ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ് സഫറിംഗ് ഫ്രം ദ ഡിസോർഡേഴ്സ് ഓഫ് ദ ലിവർ അല്ലെ. ഓക്കെ, ലിവർ സംബന്ധമായിട്ടുള്ള എന്താ പറയാ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന, ഡയഗ്നൈസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. The super specialty that deals with the diagnosis and management of disorders of the liver. എന്ന് കേട്ടിട്ട് ലിവർ എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ഏത് വിഭാഗമാണ്? ഹെപ്പറ്റോളജി വിഭാഗമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ. അടുത്തതാണ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏതാണത്? ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നോക്കാം. ഇതിപ്പറ്റി ഇപ്പൊ നമ്മൾ കൂടുതൽ പറയാതെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. This department deals with the investigation and the treatment of problems of the female reproductive system. No, female reproductive system. നമ്മുടെ സ്ത്രീകളുടെ പ്രത്യുത്പാദന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ പ്രോബ്ലംസുകളും ട്രീറ്റ്മെന്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. കാര്യം ഒബ്സ്റ്ററ്റിക്സ് പറയുമ്പോൾ ഇത് കൺഫ്യൂസ്ഡ് ആവരുത്.
ഓക്കെ, അപ്പൊ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, വിമൻസ് ലൈഫ് ഈസ് മാർക്ക്ഡ് ബൈ unique changes that occur with the time, from attaining menarche, conception, pregnancy, childbirth and menopause. And these changes do bring about problems directly or indirectly connected with the reproductive system, and so requires a separate branch of medicine that focus on these areas. And these three specialties are gynecology, obstetrics and infertility. അതിന് വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി. പിന്നെ ഒരു സ്ത്രീയുടെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസിലൂടെ പോകുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആണ് അല്ലെ. അതായത് മെനാർക്ക് മീൻസ് പീരീഡ്സ് അല്ലെ, പറയുന്ന മെൻസസ് തുടങ്ങുന്നത് മുതൽ കൺസെപ്ഷൻ, ദാറ്റ് മീൻസ് പ്രഗ്നൻസി ഉണ്ടാവും, പിന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു, ചൈൽഡ് ബർത്ത്, ലാസ്റ്റ് മെനോപോസ് വരെയുള്ള കാര്യങ്ങളാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ചേഞ്ച് ഓഫ് സൈക്കിൾ അല്ലെ, ചേഞ്ചിലൂടെയാണ്, ഒരുപാട് ചേഞ്ചസിലൂടെയാണ് ഒരു വിമൻസിന്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറയുന്ന എല്ലാ ചേഞ്ചസും ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് അതിന് വേണ്ടി ഒരു പ്രത്യേക ബ്രാഞ്ചായിട്ട് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ സ്പെഷ്യലിസ്റ്റുകൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന 3 ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഗൈനക്കോളജി, മറ്റൊന്ന് ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുന്ന വിഭാഗമാണ്. അത് പലർക്കും സംശയമാണ്, ഒബ്സ്റ്ററ്റിക്സ് ഗൈനക്കോളജി ഒന്നും തന്നെയാണോ? ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, ഗൈനക്കോളജി റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ഈ പറയുന്ന പോലെ പ്രഗ്നൻസി ഉണ്ട്, ചൈൽഡ് ബർത്ത് ഉണ്ട്. ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുന്ന കുറെ കൂടെ അമ്മയ്ക്ക് കുഞ്ഞിനും അതുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഒബ്സ്റ്ററ്റിക്സിനെ നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഗൈനക്കോളജി, ഒബ്സ്റ്ററ്റിക്സ്, പിന്നെന്താണ് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതാ പ്രശ്നങ്ങള്, അങ്ങനെ 3 വിഭാഗങ്ങളാണ് ഗൈനക്കോളജി ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഗൈനക്കോളജി ഉണ്ട്, ഒബ്സ്റ്ററ്റിക്സും വരുന്നുണ്ട്, ഇൻഫെർട്ടിലിറ്റി കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ്. ഓക്കെ, ഇനി എന്താണ് ഗൈനക്കോളജി കൺസിസ്റ്റ് ഓഫ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ തെറാപ്പീസ് ഫോർ ദ കംപ്ലീറ്റ് സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ് ദാറ്റ് ഇൻവോൾവ്സ് ഇൻ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഓക്കെ, നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, വായിച്ചു നോക്കിക്കൊണ്ടു കേട്ടോ. മെനാർക്ക് എന്ന് പറഞ്ഞാൽ മെൻസസ് ആണ് കേട്ടോ, മെൻസസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സ് മതി കേട്ടോ. നമ്മൾ ഇന്ന് പഠിച്ച ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് മാത്രമേ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഏതൊക്കെയായിരുന്നു എൻഡോക്രൈനോളജി, അതുപോലെ തന്നെ ജെറിയാട്രിക്സ്, ജനറൽ മെഡിസിൻ, ഗ്യാസ്ട്രോ എൻട്രോളജി കേട്ടോ, പിന്നെ ഗൈനക്കോളജി. ഇത്ര ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഓക്കെ, എൻഡോക്രൈനോളജി എന്ന് പറയുമ്പോൾ ഹോർമോണുകൾ ഉൽപാദന, മെനോപോസ് എന്ന് പറഞ്ഞാൽ ആർത്തവ വിരാമം, മെൻസസ് അവസാനിക്കുന്ന അവസ്ഥ കേട്ടോ, ഇതിനെയാണ് മെനോപോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എൻഡോക്രൈനോളജി മീൻസ് നമ്മുടെ ഹോർമോൺസും അത് ഉൽപാദിപ്പിക്കുന്ന ഗ്ലാൻഡ്സിനെ പറ്റിയുള്ള പഠനമാണ് എൻഡോക്രൈനോളജി എന്ന് പറയുന്നത്. ജെറിയാട്രിക്സ് എന്ന് പറയുമ്പോൾ വാർദ്ധക്യ സഹജമായിട്ടുള്ള ഇഷ്യൂസുകളെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ്. ജനറൽ മെഡിസിൻ എന്ന് പറയുമ്പോൾ അഡൽട്ട് ഡിസീസ്, പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെ ട്രീറ്റ്മെന്റ് ഡയഗ്നോസിസ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണ് ജനറൽ മെഡിസിൻ. ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ ലിവർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ദെൻ ഗൈനക്കോളജി, ഓക്കെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. മാം ഗ്യാസ്ട്രോളജി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം മാം. ഗ്യാസ്ട്രോളജി
ഗ്യാസ്ട്രോ എൻട്രോളജി അല്ലെ. ഗ്യാസ്ട്രോ എൻട്രോളജി പറഞ്ഞാൽ നമ്മുടെ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ട് ഉദര സംബന്ധമായിട്ട് വയറ് സംബന്ധമായിട്ട് ആമാശയ സംബന്ധമായിട്ടൊക്കെ വരുന്ന പ്രശ്നങ്ങള് കേട്ടോ. ഓക്കെ, അതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. ഏതാ ഇൻഫെർട്ടിലിറ്റി ഗൈനക്കോളജിസ്റ്റില് എന്താണ് കേട്ടില്ല? ഇൻഫെർട്ടിലിറ്റി. ഇൻഫെർട്ടിലിറ്റി നമുക്ക് പറയാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. വന്ധ്യതയാണ് കേട്ടോ, വന്ധ്യതാ ചികിത്സകളില്ലേ, അതിനുള്ള ചികിത്സകളും ഫസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ ലേറ്റ് ആക്കി കേൾമോ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് ഫസ്റ്റ് ഒരു കാര്യം ചെയ്ത് സലീന, ഇപ്പൊ എന്റെ ടൈം ഓവറായി, നെക്സ്റ്റ് ലിസ്റ്റിന് കയറാൻ സമയമായി കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഞാൻ ടൈം എടുക്കാൻ പറ്റില്ല, റെക്കോർഡ് ക്ലാസ് കാണുക കേട്ടോ. ഓക്കെ ഓക്കെ. Thank you, ma'am. 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 അതെ, ഈ ചാപ്റ്റർ പേരെന്ന് പറയാമോ ആരെങ്കിലും? ഈ ചാപ്റ്ററിന്റെ പേരെന്ന് പറയാമോ? ഈ ചാപ്റ്റർ Chapter 5 ആണ്. ചാപ്റ്റർ 5ന്റെ പേരെന്തോന്ന്? എന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ അല്ലേ? ഏതാ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ഹോസ്പിറ്റൽ, അതിന്റെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. ഡിഫറെന്റ് പേജ് നമ്പർ പറയണോ? 12, പേജ് നമ്പർ 12. 15 എനിക്ക് വന്നിരിക്കുന്നത്. 12 ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റലാ? 6th ചാപ്റ്ററിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോസ്പിറ്റലാണ്. അതില് എൻഡോക്രിനോളജിയാണ്.